ഹലോ മിസ് ഗൗരീഷ് ഒരു പുതിയ എപ്പിസോഡ് വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധാമണി തങ്കച്ചി പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ, പണിയെല്ലാം പാളിയെന്ന് ഓർത്ത്. അപ്പോൾ കമല പറയാം, മര്യാദയ്ക്ക് പറയടി സത്യം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ കമലയിടത്തിയോട് പറയുന്നുണ്ട്, കമലയിടത്തി വീട് അവർക്ക് എന്തെങ്കിലും പറ്റും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കമല പറയുകയാണ്, ഞാൻ തന്നെ പറയാം, പേടിക്കൊന്നും വേണ്ട. നമ്മുടെ അമ്മയ്ക്ക് വട്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും വിശ്വസിച്ചല്ലോ. നമ്മുടെ അമ്മയ്ക്ക് വട്ടായിട്ട് നമ്മുടെ അമ്മ കാണിച്ചു കൂട്ടിയത് അതൊക്കെയെന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രാധാമണി തങ്കച്ചിക്ക് ചെറുതായിട്ട് ചിരി വരുവാണ് കേട്ടോ. വേറൊന്നും പറഞ്ഞില്ലോ, ഇതല്ലേ പറഞ്ഞുള്ളൂ എന്നുള്ള സമാധാനത്തിൽ നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കമലേനെ കൂട്ടിക്കൊണ്ട് ഗൗരി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് എല്ലാവരും രാധാമണി തങ്കച്ചിനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ എന്നെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശങ്കർ ചോദിക്കുന്നുണ്ട്, പിന്നെ അവരെന്തിനാ സമ്മതിച്ചത്, ആ വേലക്കാരി എന്തിനാ സമ്മതിച്ച് അമ്മ പറഞ്ഞിട്ടാന്ന് പറയുമ്പോഴത്തേക്കും രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, പിന്നെ കഴുത്തിന് കമല കത്തി പിടിച്ച് ചോദിച്ചാൽ ആരാണേലും സമ്മതിക്കുകയല്ലേ, അല്ലാണ്ട് ഞാനിങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മഹാദേവൻ മനസ്സിൽ പറയുകയാണ് കേട്ടോ, ഓ അപ്പം നിൻ്റെ പണിയായിരുന്നല്ലേ ഇതെന്ന്. പക്ഷേ ശങ്കർ ഇങ്ങനെ പറയുവാണ്, ഓ എന്താ അല്ലേ മനസ്സിൻ്റെ താളം തെറ്റിയാൽ ഓരോരോ അവസ്ഥകളെ എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദിനിയമ്മ നമ്മുടെ പ്രൊഫസറിനോട് എല്ലാ കാര്യവും പറയുവാണ്, ആരതി മോള് പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോഴേക്കും പ്രൊഫസർ പറയാണ്, ആരതിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാനാ, ഗൗരി ഇങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും ഓർത്തില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി അങ്ങ് വരുവാണ് കേട്ടോ. മുത്തശ്ശി പറയാണ്, ഗൗരി ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നന്ദിനി പറഞ്ഞ പോലെയാണ് എൻ്റെ മനസ്സിലും പറയുന്നത്. പക്ഷേ നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഇതിനിപ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം. നിങ്ങൾ അവിടം വരെ പോയി സംസാരിക്കുക, എന്തായാലും രണ്ടിലൊന്ന് തീരുമാനം അറിയാമല്ലോ, ഒന്നെങ്കിൽ അവൻ വേണമെന്ന് പറയും, അല്ലെങ്കിൽ അവൻ വേണ്ടാന്ന് പറയും, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് പ്രൊഫസർ പറയുന്നുണ്ട്, ശരി അമ്മ അറിഞ്ഞ പോലെ തന്നെ ചെയ്യാമെന്ന് പറയുവാണ്. പിന്നെ കാണിക്കാൻ നമ്മുടെ ഗൗരി മുറിയിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കർ വന്ന് ചോദിക്കുന്നുണ്ട്, കുറച്ച് മുമ്പ് നിന്നെ കണ്ടില്ലല്ലോ ഇവിടെ, നീ അടുക്കളയിൽ പണിയാൻ പോയായിരുന്നല്ലേ, നിന്നോട് ഇവിടെ നിന്ന് പഠിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്, പണിയാനൊക്കെ അവിടെ ഇഷ്ടംപടി ആൾക്കാരുണ്ട്, അതിനല്ലേ ആ വേലക്കാരിനെയൊക്കെ നിർത്തിയേക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗരി ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കർ പറയുന്നുണ്ട്, ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ അച്ഛനും കാമുകനും ഭർത്താവും ഏട്ടനും ഒക്കെയാ എന്ന് പറയുമ്പോഴത്തേക്കും ഗൗരി പറയുന്നുണ്ട്, ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു അമ്മയും സഹോദരിയും ഒക്കെയാന്ന് പറയുമ്പോഴത്തേക്കും ശങ്കർ മടിയിലോട്ട് കിടക്കുവാണ്. അപ്പോഴേക്കും ഗൗരി പറയാണ്, മടിയിൽ നിന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞ് മാറ്റുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശങ്കർ ചോദിക്കുന്നുണ്ട്, ഒരമ്മയെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും പറയും, അമ്മയെപ്പോലെയൊക്കെ തന്നെ, പക്ഷേ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണം. ആ സമയത്ത് ശങ്കർ പറയുന്നുണ്ട്, നീ ഉറക്കം വായിക്കുന്ന കേട്ട് ഞാൻ ഉറങ്ങിക്കോളാം എന്ന് പറയുന്നത്. പിന്നെ ശങ്കർ ഗൗരി വായിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും പറയണം, ഇത് ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത ഭാഷയാണല്ലോ, നീ എന്നെ കണ്ട് പഠിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഗൗരി ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. അപ്പം പറയാണ്, എന്നെ കണ്ട് പഠിക്കാതിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പഠിക്കാതെ ഫോക്കസ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് ഇങ്ങനെ ആവും നോക്കണം എന്നെ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് കേട്ടോ. ആ സമയത്ത് ഗൗരി പറയണം, അന്നൊരു സിനിമയിൽ മുത്തിനെ പഠിപ്പിക്കുന്ന പോലെ ഇപ്പോൾ ശങ്കർ എന്നെ ഇരുത്തി പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. പിന്നെ ശങ്കർ പറയുന്നുണ്ട്, നീ പഠിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് താരാട്ട് പാട്ട് പോലെ തോന്നുന്നു പറയുമ്പോഴത്തേക്കും ഗൗരി പറയുന്നത്, എൻ്റെ മടിയിൽ കിടന്നു ഞാനിത് വായിച്ചു പഠിക്കാം. അപ്പോൾ ശങ്കർ ഒരു താരാട്ട് പാട്ട് പോലെ കേട്ട് ഉറങ്ങിക്കോളാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കർ പറയുന്നുണ്ട്, നന്നായിട്ട് പഠിച്ചോണം, എനിക്ക് ഫ്ലെക്സൊക്കെ വെക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഗൗരിയുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ ഓരോന്ന് കേട്ട് ശങ്കർ അങ്ങനെ ഉറങ്ങുവാണ്. ഗൗരി ഒരു വായിച്ച് പഠിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ചാരങ്ങാട് വീടാണ്. അപ്പോൾ നമ്മുടെ വക്കീൽ അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ശേഖരനും ഗംഗയും അവിടെ ഉണ്ട് കേട്ടോ. മഹാദേവന് ഒരു ലഘുലേഖനം വായിച്ചു കൊടുക്കുവാണ്. അപ്പോൾ മഹാദേവനെതിരെയുള്ള ലഘുലേഖനം കേട്ടോ. അപ്പോഴത്തേക്കും ഈ ലഘുലേഖനം വായിച്ചു കേട്ട് കഴിയുമ്പോഴത്തേക്കും മഹാദേവൻ ഇങ്ങനെ മണിയടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് എനിക്കെതിരെ ഉള്ളതാണല്ലോ. വായിക്കുമ്പോൾ ഗംഗയും പറയുന്നുണ്ട്, ശേഖരനും പറയുന്നുണ്ട്, അച്ഛനെതിരെയുള്ള ലഘുലേഖനമാണ് എഴുതി വെച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ വക്കീൽ പറയുക, ഇതിപ്പോൾ മഹാദേവൻ സാറിനെതിരെ നമ്മളങ്ങ് പ്രചരിപ്പിക്കും, അപ്പോൾ ഇരുട്ടടിയും ഇതൊക്കെ ആകുമ്പോഴത്തേക്കും സാറിന് ഒരു സഹതാപ തരംഗത്തിന് വോട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട്, ഇതൊരു സാംസ്കാരിക നഗരമല്ലേ, ഇവിടെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വോട്ടൊക്കെ കിട്ടുമോ, എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശേഖരനും പറയുന്നുണ്ട്, അത് ഗംഗ പറഞ്ഞാൽ കറക്റ്റാണ്, ഇതിപ്പോൾ അച്ഛന് കിട്ടാനുള്ള വോട്ടും കൂടെ പോകുമെന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശേഖരനോട് വീണ്ടും മണിയടിച്ച് മഹാദേവൻ പറയുന്നുണ്ട്, ആ പറയുന്നത് കറക്റ്റാണ്. അപ്പോഴത്തേക്കും ഗംഗ വീണ്ടും പറയുക, എനിക്കും തോന്നുന്നത് അതെ ദേവമാമ, ഇത് പ്രസിദ്ധീകരിക്കേണ്ട ദേവമാമയ്ക്കെതിരായിട്ടെന്നുള്ള രീതി പറയുമ്പോഴത്തേക്കും നമ്മുടെ വക്കീൽ ഗംഗയോട് പറയും, കൊച്ചിത് എന്താ അറിഞ്ഞിട്ടാ ഞാനൊരു പ്രേമലേഖനം എഴുതിയത്, ആ എഴുതിയ പ്രേമലേഖനം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ വായിച്ച വ്യക്തിക്ക് പോലും ഇത് എതിർക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, അത്രയ്ക്ക് വിശ്വാസത, ഞാൻ എഴുതി കഴിഞ്ഞാൽ എതിർകക്ഷികൾ എഴുതുകയെന്ന് തന്നെ തോന്നത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മഹാദേവൻ ഞെട്ടുവാണ് കേട്ടോ. മഹാദേവന് ചെറിയൊരു പേടിയാവുകയാണ്. ഇനി കുഴുത്തരപ്പ് വക്കീൽ ശങ്കറിന് വേണ്ടി എഴുതിയേക്കുന്ന കത്തിൻ്റെ കാര്യം ഗംഗയോട് ഇപ്പോൾ വിളിച്ച് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മഹാദേവൻ മണി അടിക്കുവാണ് കേട്ടോ. മഹാദേവൻ ഇങ്ങനെ മണി അടിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഗംഗ ചെറുതായിട്ട് സംശയത്തോടെ ഇങ്ങനെ മഹാദേവനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശേഖർ ഭായി പറയുന്നുണ്ട്, താൻ എന്തോന്നാണോ ഈ പറയുന്നതെന്ന് ചോദിക്കും. പറയും, ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ ആ ഒരു ലവ് ലെറ്ററിൻ്റെ കാര്യം, എൻ്റെ ഭാവനയും എൻ്റെ എഴുത്തിനൊക്കെ ആരാണേലും വീണ് പോകും എന്ന് പറഞ്ഞ് വക്കീൽ പിന്നെയും കോരെ വക്കീലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മഹാദേവന് ടെൻഷൻ മൂത്ത് പിന്നെയും മണി അടിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്,
ഈ കന്നാലി ഇത് കുളമാക്കുമെന്നാണ് തോന്നുന്നതെന്ന്. അങ്ങനെ മഹാദേവൻ ഇങ്ങനെ മണിയടിക്കുന്നതും വക്കീൽ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗംഗ ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ. ഗംഗയ്ക്ക് ചെറിയ മനസ്സിലെന്തോ സംശയമൊക്കെ തോന്നുവാണ്. അങ്ങനെ ഗംഗ ആലോചിച്ച് നിൽക്കുന്ന മനുഷ്യനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.